Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. തദ്ദേശീയരുടെ ട്യൂഷൻ ഫീസ് 12,500 പൗണ്ട് ആക്കണമെന്ന് UK യൂണിവേഴ്സിറ്റികൾ. വിദേശ വിദ്യാർത്ഥികളുടെ കുറവും പഠന ചെലവ് ഉയരുന്നതും മൂലം ട്യൂഷൻ ഫീസ് 12,500 പൗണ്ടാക്കി ഉയർത്തണമെന്ന ആവശ്യവുമായി UK യൂണിവേഴ്സിറ്റികൾ. വലിയ വരുമാനമുണ്ടാക്കി തരുന്ന യൂണിവേഴ്സിറ്റികളെ സർക്കാർ തഴയുകയാണെന്ന് യൂണിവേഴ്സിറ്റികൾ പരാതി പറയുന്നു. യൂണിവേഴ്സിറ്റീസ് UK കമ്മീഷൻ ചെയ്ത ലണ്ടൻ എക്കണോമിക്സിന്റെ പഠനത്തിൽ പ്രതിവർഷം 265 ബില്യൺ പൗണ്ടാണ് യൂണിവേഴ്സിറ്റികൾ സംഭാവന നൽകുന്നത്. സർക്കാർ ഇതൊന്നും കണക്കാക്കുന്നില്ലെന്നാണ് പരാതി. നിലവിൽ 2012 നിശ്ചയിച്ച 9,000 പൗണ്ടാണ് തദ്ദേശീയരായ വിദ്യാർത്ഥികളിൽ നിന്നും വാങ്ങുന്ന പരമാവധി ട്യൂഷൻ ഫീസ്. ഇത് 12,500 പൗണ്ടാക്കി ഉയർത്തണമെന്നാണ് ആവശ്യം. യൂണിവേഴ്സിറ്റികളുടെ നടത്തിപ്പ് ചെലവേറിയതാണ്. അധ്യാപന ചെലവും കൂടിയായതിനാൽ ട്യൂഷൻ ഫീസ് ഉയർത്തണമെന്ന് 141 യൂണിവേഴ്സിറ്റികളെ പ്രദാനം ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് UK ആവശ്യപ്പെടുന്നു. കിങ്സ് കോളേജ് ലണ്ടൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഷിതീഷ് കപൂറിന്റെ നേതൃത്വത്തിലാണ് പുതിയ ആവശ്യം രംഗത്തെത്തുന്നത്. അധ്യാപനത്തിനായി കൂടുതൽ ധനസഹായം വൈസ് ചാൻസലർ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ബർമിംഗ്ഹാമിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിന് മോസ്കോയിൽ അടിയന്തര ലാൻഡിംഗ്. ഡൽഹിയിൽ നിന്നും ബർമിംഗ്ഹാമിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനത്തിന് മോസ്കോയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരിക്കുകയാണ്. വിമാനം ചില സാങ്കേതിക തകരാറുകളെ തുടർന്ന് ഒരു മുൻകരുതൽ എന്ന നിലയിൽ മോസ്കോയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. എയർ ഇന്ത്യയുടെ 787-800 വിമാനം സുരക്ഷിതമായി റഷ്യൻ തലസ്ഥാനത്തെ ഷെരെമെറ്റോവ് വിമാനത്താവളത്തിൽ ഇറങ്ങിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. 258 യാത്രക്കാരും 17 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. മോസ്കോ സമയം ബുധനാഴ്ച 9:35 അടിയന്തര ലാൻഡിംഗ്. UK ശരാശരി വീടുവില 2,81,000 പൗണ്ട്. ആദ്യ വാങ്ങലുകാർക്ക് തിരിച്ചടി. UK വീടുവിലകൾ വീണ്ടും ഉയരുകയാണ്. ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് തിരിച്ചടിയായി ശരാശരി ഭവനവില 2,81,000 പൗണ്ടിലെത്തി. ഭവന വിപണിയിൽ പ്രവേശിക്കുവാൻ കാത്തിരിക്കുന്നവർക്ക് തിരിച്ചടിയാണ് ഈ വർധനവ്. ഏപ്രിൽ വരെയുള്ള വർഷത്തിൽ 1.1% വില വർദ്ധിച്ചതായാണ് കണക്കുകൾ. ഹൗസിംഗ് വിപണിയിലേക്ക് കാലുകുത്തുവാൻ പ്രതീക്ഷയോടെ ഇരിക്കുന്നവർക്ക് ഈ വാർത്ത ഒട്ടും ശുഭകരമല്ല. ഏപ്രിൽ വരെയുള്ള 12 മാസത്തിനിടെ ശരാശരി ഭവനവില 1.1% വർദ്ധിച്ചതായി നാഷണൽ സ്റ്റാറ്റിക്സ് ഓഫീസ് പറയുന്നു. മാർച്ചിൽ നിന്നും ഒരു മാസത്തിനിടെ 0.9% വർധനവ്. മെയിൽ ശരാശരി വാടക നിരക്ക് 8.7% വർദ്ധിച്ചത്. ഏപ്രിൽ മാസത്തെ 8.9% നിന്നും ചെറിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. UK ഒളിവിൽ ജോലി ചെയ്യുന്നവരെ കണ്ടെത്തുവാൻ വ്യാപക തെരച്ചിൽ. ഇന്ത്യ റെസ്റ്റോറന്റുകൾ കുടുങ്ങി. ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന അനധികൃത തൊഴിലാളികളെ കണ്ടെത്തുവാൻ വ്യാപകമായി തിരച്ചിൽ തുടരുകയാണ്. UK BA ഉദ്യോഗസ്ഥരും പോലീസും പ്രധാനമായും റെസ്റ്റോറന്റുകൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. അനധികൃത തൊഴിലാളികളെ ജോലിക്ക് വെച്ചതിനെ തുടർന്ന് മലയാളികളടക്കം ഉടമസ്ഥരായുള്ള നിരവധി ഇന്ത്യൻ റെസ്റ്റോറന്റുകൾക്ക് വൻ തുകയാണ് പിഴ. ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് പുറത്തുവിട്ട രേഖകൾ പ്രകാരം റെസ്റ്റോറന്റുകൾക്കാണ് കൂടുതൽ കേസുകൾ. നിരവധി വിസ, സ്റ്റഡി വിസ, പോസ്റ്റ് സ്റ്റഡി വിസ, വിവിധ വർക്ക് വിസകൾ എന്നിവ കാലഹരണപ്പെട്ടിട്ടും UK നിന്നും മടങ്ങാതെ ഒളിവിൽ നിന്ന് ജോലി ചെയ്യുന്നവരെയാണ് തിരച്ചിലിൽ പിടികൂടുന്നത്. പെട്ടെന്ന് ജോലി കിട്ടുവാനുള്ള സാധ്യതയാണ് ഇവരെ റെസ്റ്റോറന്റുകളിൽ ജോലിക്കെത്തുവാൻ പ്രേരിപ്പിക്കുന്നത്. ജോലിക്കാരെ കിട്ടുവാനുള്ള ഇത്തരം ബുദ്ധിമുട്ടുകൾ മൂലം റെസ്റ്റോറന്റ് ഉടമകളും ഒരു പരിധിവരെ ഇത്തരം നിയമനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഇന്ത്യൻ വംശജർ നടത്തുന്ന സ്ഥാപനങ്ങളിലാണ് കൂടുതലായും ഇത്തരം നിയമനങ്ങൾ നടക്കുന്നത്. ഇതൊരു പരക്കെയുള്ള ആരോപണം കൂടിയാണ്. ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിലുള്ള 10ഓളം സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയതായി ഹോം ഓഫീസ് പുറത്തുവിട്ട ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് അറിയിപ്പിൽ പറയുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. നേമം തിരുവനന്തപുരം സൗത്ത്, കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് പേരുമാറ്റി സർക്കാർ വിജ്ഞാപനം. നേമം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുമാറ്റി സർക്കാർ വിജ്ഞാപനം ഇറക്കി. നേമത്തിന്റെ പേര് തിരുവനന്തപുരം സൗത്ത് എന്നും കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് എന്നുമാണ് ഇനി അറിയപ്പെടുക. റെയിൽവേ ബോർഡിന്റെ ഉത്തരവ് വരുന്നതോടെ ഔദ്യോഗികമായി പേരുമാറ്റം നിലവിൽ വരും. ഇതോടെ ഈ 2 സ്റ്റേഷനുകളെയും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ സാറ്റലൈറ്റ് ടെർമിനലുകൾ ആക്കുവാനുള്ള നടപടികൾ സജീവമാകും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് 9 കിലോമീറ്റർ വീതം അകലെയാണ് നേമം. കൊച്ചുവേളി സ്റ്റേഷനുകൾ സെൻട്രലിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന ട്രെയിനുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ 15ഓളം ട്രെയിനുകൾ നിലവിൽ കൊച്ചുവേളിയിൽ നിന്നാണ് സർവീസ് തുടങ്ങുന്നത്. ദിവസം 7,000ഓളം യാത്രക്കാർ ഈ സ്റ്റേഷനെ ആശ്രയിക്കുന്നുവെന്നാണ് കണക്ക്. കൊച്ചുവേളിയിൽ നിന്ന് സർവീസ് നടത്തുന്ന ട്രെയിനുകളിൽ ഭൂരിപക്ഷവും ദീർഘദൂര ട്രെയിനുകളാണ്. എന്നാൽ കൊച്ചുവേളി എന്ന പേര് കേരളത്തിൽ പുറത്തുള്ളവർക്ക് ഒട്ടും പരിചിതമല്ല. അതിനാൽ തിരുവനന്തപുരം സെൻട്രലിലേക്ക് റിസർവേഷൻ ലഭിക്കാത്തവർ യാത്ര വേണ്ടെന്ന് വെക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പേരുമാറ്റം വന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ കൂട്ടബലാത്സംഗം ചെയ്തിട്ടില്ലെന്ന് CBI. അന്വേഷണം അന്തിമഘട്ടത്തിൽ. കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിന് ഇരയായി യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂട്ടബലാത്സംഗ സാധ്യത തള്ളി CBI. ലഭ്യമായ തെളിവുകൾ പ്രകാരം കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്ത സഞ്ജയ് റോയാണ് കുറ്റം ചെയ്തിരിക്കുന്നതെന്നാണ് വ്യക്തമായിരിക്കുന്നതെന്ന് CBI വൃത്തങ്ങളെ ഉദ്ധരിച്ച്
ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്നും കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നുമാണ് വിവരം. പ്രതിയിൽ നിന്നും ശേഖരിച്ച DNA ഡൽഹി എയിംസിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇവരുടെ അന്തിമ റിപ്പോർട്ട് എത്തിയാൽ അന്വേഷണം അവസാനിപ്പിച്ച് കുറ്റപത്രം സമർപ്പിക്കും. 10 നുണ പരിശോധനകളും 100-ലേറെ മൊഴികളും ഇതുവരെ CBI റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആശുപത്രിയുടെ മുൻ മേധാവി സന്ദീപ് ഘോഷിന്റേതും ഉൾപ്പെടും. ഇദ്ദേഹത്തെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഓണം ബോണസ് പ്രഖ്യാപിച്ചു. 4000 രൂപയാണ് ബോണസ് ലഭിക്കുക. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവബത്തയായി 2250 രൂപ നൽകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. സർവീസ് പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവബത്തയായി 1000 രൂപ അനുവദിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ഉത്സവബത്ത ലഭിക്കും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20,000 രൂപ അനുവദിക്കും. പാർട്ട് ടൈം, കണ്ടിൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർക്ക് അഡ്വാൻസ് തുക 6000 രൂപയാണ്. കഴിഞ്ഞ വർഷം ഉത്സവബത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും അതേ നിരക്കിൽ ഈ വർഷവും ഉത്സവബത്ത ലഭിക്കും. 13 ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചുള്ള പ്രത്യേക സഹായം എത്തുക. ഇനി കായിക വാർത്തകൾ. അയ്യർ 44 പന്തിൽ 54 റൺസ്, ദേവദത്തിനും 50. ഇന്ത്യ ഡിക്ക് 202 റൺസ് ലീഡ്. മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക്. ദുലീപ് ട്രോഫി ടൂർണമെന്റിൽ ഇന്ത്യ സിയും ഇന്ത്യ ഡിയും തമ്മിലുള്ള മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്കാണ്. ബോളർമാർ പൊതുവെ ആധിപത്യം പുലർത്തുന്ന മത്സരത്തിന്റെ രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ ഡി രണ്ടാം ഇന്നിംഗ്സിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസ് എന്ന നിലയിലാണ്. 2 വിക്കറ്റ് കയ്യിലിരിക്കെ ഇന്ത്യ ഡിക്ക് ഇപ്പോൾ 202 റൺസിന്റെ ലീഡുണ്ട്. ഒന്നാം ഇന്നിംഗ്സിലെ ടോപ്പ് സ്കോറർ അക്ഷർ പട്ടേൽ 11 റൺസോടെയും ഹർഷിത് റാണ റണ്ണൊന്നും എടുക്കാതെയും ക്രീസിലുണ്ട്. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഡി 164 റൺസ് എടുത്തപ്പോൾ ഇന്ത്യ സി 168 റൺസിന് പുറത്തായി. ഇന്ത്യ സിക്ക് ലഭിച്ചത് 4 റൺസിന്റെ നേരിയ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. രണ്ടാം ഇന്നിംഗ്സിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, ദേവദത്ത് പടിക്കൽ എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളാണ് ഇന്ത്യ ഡിക്ക് കരുത്തായത്. ഒന്നാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിൽ പരാജയപ്പെട്ട ഇരുവരും രണ്ടാം ഇന്നിംഗ്സിൽ ശ്രദ്ധേയ പ്രകടനമാണ് പുറത്തെടുത്തത്. ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ അയ്യർ 44 പന്തിൽ 54 റൺസ് എടുത്ത് പുറത്തായി. 9 ഫോറുകൾ ഉൾപ്പെടുന്നതാണ് അയ്യരുടെ ഇന്നിംഗ്സ്. പടിക്കലാകട്ടെ 70 പന്തിൽ 8 ഫോറുകളോടെ 56 റൺസ് എടുത്തു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 110.99 ഇന്ത്യൻ രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.